പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പുണ്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്താലും കൃപയാലും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന് ചേർന്ന് ഇരുന്ന് അവിടുന്ന് നമുക്ക് പകർന്നു തരുന്ന മനോഹരമായ ആത്മീക ചിന്തകളെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനും കരുതലിനുമായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. റോമാലേഖനം തരുന്ന പ്രായോഗിക ഉപദേശങ്ങളും പാഠങ്ങളുമാണല്ലോ നാം ഇപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മറ്റൊരു ചിന്ത പങ്കുവയ്ക്കുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില മനോഹരമായ ചിന്തകളുണ്ട്. കഷ്ടത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹജമാണ്. കഷ്ടതയില്ലാത്ത ജീവിതം ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് സാധ്യമല്ല. ഈ ലോകത്ത് വസിക്കണമെങ്കിൽ ജഡത്തിനുള്ളിൽ വസിക്കുകയേ തരമുള്ളൂ. അപ്പോൾ ശാരീരികമായ കുറേ കഷ്ടങ്ങളുണ്ട്. രോഗങ്ങൾ, പീഡകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ഒപ്പം സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം വരുന്ന കഷ്ടങ്ങൾ, അതുപോലെ തന്നെ മാനസിക ഭാരങ്ങളാൽ വരുന്ന കഷ്ടങ്ങൾ, എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ അസ്വസ്ഥരാക്കും. അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളാണെങ്കിൽ കഷ്ടതകൾ വേലിയേറ്റം സൃഷ്ടിക്കുമ്പോൾ സഹിഷ്ണുത കാണിപ്പിനെന്നാണ്. സഹിക്കുക. എങ്ങനെ സഹിക്കാനാകുമെന്നൊരു ചോദ്യം ഇങ്ങനെ വരുമ്പോൾ പലരും ചോദിക്കും. ഇങ്ങനെ വലിയ കഷ്ടതകൾ അടിക്കടി വരുമ്പോൾ അതെങ്ങനെ സഹിക്കാനാകും? അത് സഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളത് ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ എടുത്ത് വായിക്കണം. ക്രൂശിൽ അനേക പീഡനങ്ങൾ തൻ്റെ ജീവിതത്തിൽ പേറുമ്പോഴും കർത്താവ് സംയമനത്തോടെ അതെല്ലാം സഹിക്കുകയായിരുന്നു. എല്ലാം സഹിച്ചവനെ നോക്കിക്കൊണ്ട് എല്ലാം സഹിച്ച് സഹിഷ്ണുതയോടെ കഷ്ടതയിൽ ഒരു നിലപാടെടുക്കാൻ കഴിയണം. പലപ്പോഴും നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ നാം പതറിപ്പോകുന്നവരും പിറുപിറുക്കുന്നവരും പിന്മാറിപ്പോകുന്നവരും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരും ഒക്കെയായി മാറാറുണ്ട്. അങ്ങനെയൊന്നും ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. യഥാർത്ഥ ദൈവമക്കൾ കഷ്ടതയെ സഹിഷ്ണുതയോടെ നേരിടുകയാണ് ചെയ്യേണ്ടത്. ഇതെൻ്റെ ജീവിതത്തിൽ സഹജമാണ്. കഷ്ടതകൾ ദൈവമക്കളുടെ അവകാശമാണ്. അത് നേരിടാനുള്ള കരുത്ത് കർത്താവ് തരും. ക്രൂശിലേറെ സഹിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ എൻ്റെ സഹനത്തിൽ എന്നെ താങ്ങും. എനിക്ക് തീർച്ചയായിട്ടും ഈ സഹനങ്ങൾക്കപ്പുറത്ത് വലിയ ചില ആനന്ദങ്ങൾ എൻ്റെ കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ആ ആനന്ദത്തിലേക്കുള്ള പ്രയാണ മാർഗം സഹനത്തിൻ്റെ മാർഗമാണ്. സഹനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഞാൻ എത്തിപ്പെടുന്നത് വിലമതിക്കാനാകാത്ത ലാഭവും നേട്ടവും പ്രശംസയും പ്രസാദവുമുള്ള ഒരു ഇടത്തേക്കാണ്. അപ്പോൾ ഈ സഹനം എനിക്ക് ശാശ്വതമല്ല. സഹനം താൽക്കാലികമാണ്. എല്ലാ സഹനങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഇരുന്ന് എനിക്ക് ആശ്വാസം പകരുന്നുണ്ട്, ബലം പകരുന്നുണ്ട്, ശക്തി പകരുന്നുണ്ട്. ഞാൻ ഈ പരീക്ഷകളെ അല്ലെങ്കിൽ ഈ സഹനങ്ങളെ മറികടന്നെത്തിയാൽ അവർണ്ണനീയമായ ഒരാനന്ദം, നിത്യമായ ഒരു പരമാനന്ദം എനിക്ക് വേണ്ടി കാത്തുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു തിരിച്ചറിവാണ് ദൈവമക്കൾ സമ്പാദിക്കേണ്ടത്. അങ്ങനെ വന്നാൽ ദൈവമക്കളെ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരാശ കയറി വരില്ല. പിന്നെ ഒരിക്കലും നാം വാടിപ്പോവുകയില്ല. നാം ധീരരായി നിൽക്കുവാൻ അതിടവരുത്തും. വീണ്ടും വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരിപ്പീൻ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ മനോഹരമായ ഒരു സംഗതിയാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നുള്ളത്. പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് പലർക്കും വേണ്ടവണ്ണം ബോധ്യപ്പെട്ടിട്ടില്ല. പ്രാർത്ഥന ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആരാധനാ സമർപ്പണമാണ്. ദൈവസന്നിധിയിലുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. അതെല്ലാം ഉപരി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം പകരുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ പകരുന്നതാണ്.
പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വഴി തുറന്നു തരുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഭാവി തെളിച്ചു തരുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ബലഹീനതകളിൽ സഹായം പകരുന്നതിന് ഇടവരുത്തുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അന്ധമായ കണ്ണുകളെ തുറക്കാൻ സഹായിക്കുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ രോഗപീഠകളിൽ ജയം നേടുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പരമാനന്ദം, സന്തോഷം പകർന്നു തരുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കോരി നിറയ്ക്കുന്നതാണ്. പ്രാർത്ഥന നമ്മളെ ദൈവ മനുഷ്യരാക്കി തീർക്കുന്നു. പ്രാർത്ഥനയുടെ വിശേഷത പറഞ്ഞാൽ തീരില്ല പ്രിയമക്കളെ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന അപ്പോസ്തലൻ പറയുമ്പോൾ ഒരു പരിപൂർണ വ്യക്തിത്വത്തിനുടമയായി നാം തീരേണ്ടതിന് നിരന്തരമായ ദൈവസംസർഗത്തിൽ ഇരിപ്പാനാണ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. നാം മറ്റ് പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റ് പലതിലും ഉറ്റിരിക്കുകയും ചെയ്യുമ്പോൾ അതായിത്തീരും നമ്മുടെ ജീവിതം. സ്വാഭാവികമായും ദൈവത്തിൽ നിന്നും ദൈവീക പരിപാലനത്തിൽ നിന്നും നാം അന്യപ്പെടുകയും ചെയ്യും. ഏതിലാണോ ഉറ്റിരിക്കുന്നത് അതിലാണ് നമ്മുടെ ജീവിതം പണിയപ്പെടുന്നത്. പാപത്തിൽ ഉറ്റിരിക്കുന്നവർ പാപത്തിൽ പണിയപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാണ്. ആസ്വാദനങ്ങളിൽ ഉറ്റിരിക്കുന്നവർ അതിലാണ് തങ്ങളുടെ ജീവിതത്തെ ബന്ധിച്ചിടുന്നത്. ആസ്വാദനമെന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് പലതും കണ്ട് ആസ്വദിക്കുന്നു, നാവ് കൊണ്ട് പലതും രുചിച്ചാസ്വദിക്കുന്നു, ചിലപ്പോൾ ലഹരി നുകർന്ന് ആസ്വദിക്കുന്നു. നയനസുഖം, അധരസുഖം, അതുപോലെ തന്നെ മസ്തിഷ്ക സുഖം, പ്രിയപ്പെട്ടവരെ ലഹരി സുഖം, ഇതൊക്കെ പകർന്നെടുക്കുമ്പോൾ അതിലുറ്റിരിക്കുന്നവർ അറിയാതെ അവരെ നരകത്തിലേക്ക് നടത്തുകയാണ്, നാശത്തിലേക്ക് നടത്തുകയാണ്. അത് പരാജയമാണ്. ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും അവർക്കതിനെ മറികടക്കാനുള്ള ത്രാണിയും ബലവും സൗഖ്യവും സമാധാനവും പ്രത്യാശയും ആനന്ദവുമൊക്കെ നിരന്തരം അവരിൽ വന്ന് നിറയുവാൻ അത് ഇടവരുത്തും. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ജീവിതമാണ് ദൈവമക്കൾ നയിക്കേണ്ടതെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നു, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണമെന്ന്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. വിശുദ്ധന്മാരെന്നിവിടെ ഉദ്ദേശിച്ചത് സഭാഗാത്രത്തിൽ അംഗങ്ങളായിരിക്കുന്ന മറ്റ് സഹോദരീ സഹോദരങ്ങളെക്കുറിച്ചാണ്. അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും ഒരേ സാമ്പത്തിക നിലയായിരിക്കില്ല. അപ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ സാമ്പത്തിക നിലയിൽ കുറവുള്ള ആളുകളുടെ ആവശ്യങ്ങളിൽ സാമ്പത്തിക നിലയിൽ സംതൃപ്തിയുള്ളവർ കൂട്ടായ്മ കാണിക്കണം. എനിക്കുള്ളതെല്ലാം എൻ്റേതാണ്, ഞാനതാർക്കും കൊടുക്കില്ലെന്ന് ഒരു യഥാർത്ഥ വിശ്വാസി പറയില്ല, പറയാൻ അവർക്ക് കഴിയില്ല. ഇല്ലാത്തവരുമായി തനിക്കുള്ളത് ഷെയർ ചെയ്യാൻ എല്ലാവരും തയ്യാറായാൽ ഇവിടെ ഇല്ലാത്തവരുണ്ടാകില്ല. പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ട കുഞ്ഞിൻ്റെ വിവാഹം നടക്കുമ്പോൾ അതേ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന സമ്പന്നതയിലിരിക്കുന്നവർ അവരുടെ പങ്കിടാൻ തയ്യാറായാൽ ആ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞിൻ്റെ വിവാഹം വളരെ മനോഹരമായി തന്നെ നടക്കുവാനിട വരും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ പങ്കിടലിൻ്റെ മനഃശാസ്ത്രവും ദൈവശാസ്ത്രവുമൊന്നും ഇന്ന് ക്രിസ്ത്യാനി എന്നഭിമാനിച്ച് ജീവിക്കുന്ന നമ്മിൽ ഒത്തിരി പേർക്കും മനസ്സിലായിട്ടില്ല. ഇല്ലാത്തവർ വിചാരിക്കും ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിലും. അവർക്ക് ഉണ്ടാകുന്ന കാലത്ത് അവർക്ക് ഈ വിചാരമുണ്ടാകില്ല. അതങ്ങനെയാണ്. പഠിക്കാനായിട്ട് കഴിവുണ്ടായിട്ടും പണം മുടക്കാൻ നിവൃത്തിയില്ലാതെ കൊണ്ട് പഠനം വഴിമുട്ടിപ്പോകുന്നിടത്ത് പലരുടെയും സഹായത്താൽ പഠിച്ചു. അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ ഇടപെടൽ മുഖാന്തിരം പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച് നല്ല നിലയിലെത്തി, ജോലി കിട്ടി, വിദേശത്ത് ജോലി കിട്ടി, വരുമാനം വർദ്ധിച്ചു, അത് ലക്ഷങ്ങളായി, ലക്ഷോപലക്ഷങ്ങളായി. പക്ഷേ അപ്പോൾ ഈ ആളൊരു കാര്യം ഓർക്കണം, എൻ്റെ ഇല്ലായ്മയിൽ ആരൊക്കെയോ ചേർന്ന് എന്നോട് കൂട്ടായ്മ കാണിച്ചതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു സേഫ് കോർണറിൽ എത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സാധ്യതകളിൽ നിന്ന് നല്ലൊരു പങ്ക് ഞാൻ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് ഞാൻ കൊടുത്ത് അവരോട് കൂട്ടായ്മ കാണിക്കേണ്ടതുണ്ട് എന്ന ഒരു പരിജ്ഞാനം നമ്മിലുണ്ടാകണം. അവിടെ ദൈവമക്കളെ ഒരുപാട് പേർക്ക് വിവേകമില്ലാതെ പോകുന്നുണ്ട്. പലരുടെയും സഹായത്താൽ ജീവിതത്തിൽ പലതും നേടിയെടുത്ത പലരും പിന്നെ അവർ ഔന്നത്യങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ വന്ന വഴി മറന്നു പോകുന്നുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസി അങ്ങനെ ആകരുത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. മറ്റാരുടെയൊക്കെയോ സഹായത്താലാണ് ഇന്ന് കാണുന്ന നിലയിൽ നിങ്ങൾ എത്തിയതെങ്കിൽ, നിങ്ങൾ ഇന്ന് ഉന്നത നിലകളിൽ സാമ്പത്തിക ഭദ്രതയിൽ ഇരിക്കുന്നുവെങ്കിൽ അന്ന് നിങ്ങളെ സഹായിച്ചവരുടെ സഹായത്തെ ഓർത്തിട്ട് ഇന്ന് സഹായം അർഹിക്കുന്നവരെ തേടിക്കണ്ടെത്തി അവരിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ പ്രവഹിപ്പിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമുള്ളവരായി മാറുന്നത്. അവിടെ വന്ന വഴി മറന്നു പോകാൻ ശ്രമിക്കുകയും കിട്ടിയതെല്ലാം ലാഭമെന്നെണ്ണി വീണ്ടും വീണ്ടും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നീചരായി നാം മാറുകയാണ്. വളരെ നീചരായി നാം മാറുകയാണ്. മാന്യതയുടെ കണിക പോലുമില്ലാത്തവരായി നാം തീരുകയാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ പണ്ടും ധാരാളമുള്ളവരാണ്, ഇപ്പോഴും ധാരാളമുള്ളവരാണ്. പണ്ടും കൊടുക്കില്ല, ഇപ്പോഴും കൊടുക്കില്ല എന്ന് വന്നാൽ അത് വലിയ അധമമായ ഒരവസ്ഥയാണ്. എന്നാൽ ചില ആളുകൾ ഇതിനൊക്കെ വ്യത്യസ്തരാണ്. പണ്ട് മുതൽ ഇന്ന് വരെ ഉള്ളതിൻ്റെ ഓഹരി കൃത്യമായി അത് അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് കൊടുത്ത് തൻ്റെ കൂട്ടായ്മ കൃത്യതയോടെ പാലിക്കുന്ന തികഞ്ഞ ഭക്തരായ കുറേ വിശ്വാസികളുണ്ട്. അവരൊരിക്കലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒത്തിരി ആലങ്കാരികമായി അഭിനന്ദിക്കപ്പെടുകയോ പ്രഘോഷിക്കപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഒതുങ്ങി മാറി നിന്ന് ശാന്തമായി അത് ചെയ്തു പോകുന്നവരാണ്. അവർ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പ്രശംസകൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ നന്മ ചെയ്യുന്നു, കൂട്ടായ്മ കാണിക്കുന്നു. ഈ ഷെയറിങ് അത് അവരുടെ ജീവിതത്തിൽ അവർ തുറന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ കൊണ്ടും അവരത് ചെയ്യിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിഥി സൽക്കാരം ആചരിക്കാൻ അപ്പോസ്തലനൊപ്പം പറയുകയാണ്. അതിഥി സൽക്കാരം ആചരിപ്പിൻ, കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സ്റ്റാറ്റസിലും കാറ്റഗറിയിലുമൊക്കെ പെട്ട ആളുകളെ വിളിച്ചു വരുത്തി വലിയ വിരുന്നൊരുക്കി ആർഭാടമായി അതിലെല്ലാ ലഹരിയുമൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്റ്റാറ്റസ് സിമ്പിളായി നടത്തുന്ന ഒരു വിരുന്നിനെക്കുറിച്ചല്ല ഇവിടെ അപ്പോസ്തലനും മുൻപ് കർത്താവുമൊക്കെ പറഞ്ഞു വെച്ചത്. അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ ആഹാരത്തിന് മുട്ടുള്ളവർ, അത്താഴപ്പട്ടിണിക്കാർ, നിവൃത്തികേടുള്ളവർ, പ്രയാസമനുഭവിക്കുന്നവർ, വളരെ ഭാരപ്പെടുന്നവർ, ദിവസത്തിൽ 3 നേരം പോയിട്ട് 1 നേരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് അല്പാഹാരമല്ല മൃഷ്ടാന്ന ഭോജനം തികഞ്ഞ ആദരവോടെ ബഹുമാനത്തോടെ നമ്മുടെ വീട്ടിൽ നാം ക്ഷണിച്ചു വരുത്തുന്ന വിശിഷ്ടാതിഥിയെ പരിഗണിക്കുന്ന അതേ മനോഭാവത്തോടെ വളരെ ആദരവോടെ അവരെ സൽക്കരിച്ച് തൃപ്തിപ്പെടുത്താനാണ് പറഞ്ഞത്. വീട്ടിൽ ഭിക്ഷയാചിക്കാൻ വരുന്ന ഒരു രോഗിയോട്, ഒരു ബലഹീനനോട് ഈ അതിഥി സൽക്കാരമുറ കാണിക്കാനാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ, നമ്മുടെ കൂട്ടായ്മയിലൊക്കെ വളരെ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരുടെ സംതൃപ്തി ഉറപ്പുവരുത്താനാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അവർ പട്ടിണി കിടക്കുന്നില്ലെന്നും അവർ ആഹ്ലാദത്തോടെ ആഹാരം കഴിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താനാണ് പറഞ്ഞത്. നമ്മൾ രുചികരമായ ആഹാരം വളരെ സംതൃപ്തിയോടെ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ തൃപ്തരാക്കാനല്ല പറഞ്ഞത്. നമ്മൾ കഴിച്ചതെന്തോ അത് അവർക്കും പങ്കിടാനാണ് പറഞ്ഞത്. അതാണ് അതിഥി സൽക്കാരം ആചരിക്കാനായിട്ട് അപ്പോസ്തലൻ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ പങ്കിടലിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, അംഗീകരിക്കലിൻ്റെ, പ്രോത്സാഹിപ്പിക്കലിൻ്റെ, സംരക്ഷിക്കലിൻ്റെ ഒരു ജീവിത മാതൃകയാണ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയിൽ വിളങ്ങേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കുന്നു. തുടർന്ന് 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ മറ്റൊരു ചിന്തയാണ് പറയുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുവിൻ. തൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് തന്നെ
അതികഠിനമായി പീഡിപ്പിച്ച്, മുൾക്കിരീടം ധരിപ്പിച്ച്, ചമ്മട്ടി കൊണ്ടടിച്ച്, ചാട്ടവാറുകൊണ്ട് വരിഞ്ഞു കീറി, കുരിശിലാണിയിൽ തറച്ചു തൂക്കിയവരെ ഓർത്ത് അവരുടെ പാപം ക്ഷമിക്കണമെന്ന് അവരെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ പിൻപറ്റുന്ന ദൈവമക്കളോടാണ് പറയുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. അത് പല മേഖലകളിൽ ആളുകൾ ഉപദ്രവം കൊണ്ടുവരും. ഉപദ്രവം വാക്കുകളിൽ വരാം, അതുപോലെ തന്നെ നമ്മുടെ സാധ്യതകൾ അവർ തട്ടിപ്പറിക്കുന്നതാകാം, നമ്മുടെ ജീവിതത്തിൽ തീ കോരിയിടുന്ന വിധത്തിൽ അവർ ആരോപണങ്ങൾ കൊണ്ടുവരുന്നതാകാം, നമ്മുടെ സമ്പത്ത് അവർ തട്ടിപ്പറിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടിടത്ത് നമ്മെ ഇറക്കിവിട്ട് അവിടെ അവർ അവകാശം സ്ഥാപിക്കുന്നതിലൂടെയാകാം. ഏതുമാകട്ടെ, നമ്മളെ ഒരാൾ ഉപദ്രവിക്കുന്നുവെങ്കിൽ അവരോട് നമുക്ക് ചെയ്യാനുള്ള കാര്യം അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിരിക്കുന്നുണ്ട്, അവർ മനസ്സിൽ പറയുന്നുണ്ട്, കൊള്ളാം, ഇത് എവിടെ പ്രായോഗികമാക്കാൻ പറ്റും? ദൈവമക്കൾ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു ഭീരുവിന്, ഒരു പരാജിതന്, ഒരഹങ്കാരിക്ക് ഒരിക്കലും ഈ കാര്യം ചെയ്യാൻ പറ്റില്ല. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണമെങ്കിൽ അത് അസാമാന്യ ധീരതയും തികഞ്ഞ വിനയവും ദൈവഭക്തിയുമുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇതൊന്നും കയ്യിലില്ലാത്തത് കൊണ്ടും മറുവശത്ത് പറഞ്ഞ അഹങ്കാരവും ഞാനെന്ന ഭാവവും ദൗർബല്യവുമൊക്കെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടുമാണ് ഈ അനുഗ്രഹിക്കാൻ കഴിയാത്തത്. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ ശക്തനാണ്, സർവശക്തനായ ദൈവത്തോടൊപ്പം ശക്തനാണ്. അവിടെയാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ പവർ, എത്രമാത്രം പവറുള്ള ആളാണ് അയാളെന്ന് വെളിപ്പെട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ, ഈ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നത് ദുർബലൻ, കഴിവുകെട്ടവൻ, മന്ദബുദ്ധി, ഒന്നിനും കൊള്ളാത്തവൻ, കഴുത എന്നൊക്കെയായിരിക്കും. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന കുറച്ച് വാക്കുകളങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുതേ. എന്നാൽ യഥാർത്ഥത്തിൽ ആ ആളെ വിളിക്കേണ്ടത് ധീരൻ, ശക്തൻ, ധിഷണാശാലി, യഥാർത്ഥ ഭക്തൻ, കർത്താവിനെ അറിഞ്ഞവൻ എന്നൊക്കെയാണ്. അതൊരു സ്ത്രീയാണെങ്കിൽ അവൾ എന്ന് തന്നെ ചേർത്ത് വയ്ക്കുക. ദൈവമക്കളെ, നാം തിരിച്ചറിയണം, ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. നീ ധീരനായ ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ളതിൻ്റെ തെളിവും അടയാളവുമാണതെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ദർശനമാണ് അപ്പോസ്തലൻ തരുന്നത്. എന്നിട്ട് വീണ്ടും അപ്പോസ്തലൻ പ്രായോഗിക നിർദ്ദേശങ്ങൾ തുടരുകയാണ്. സന്തോഷിക്കുന്നവരോടുകൂടെ നിങ്ങളും സന്തോഷിപ്പീൻ, കരയുന്നവരോടുകൂടെ നിങ്ങൾ കരയുവീൻ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കൂട്ടായ്മ കാണിക്കണം. ഒരു പറ്റം ആളുകൾ ആത്മാവിൽ സന്തോഷം അനുഭവിക്കുകയാണ്. ഒരു വീട്ടിലൊരു വിവാഹ വിരുന്ന് നടക്കുകയാണ്, ഒരു കുഞ്ഞു ജനിച്ചതിൻ്റെ ആനന്ദം നടക്കുകയാണ്. നമ്മൾ അവിടെ ചെന്ന് അവരോടുകൂടെ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന അവരുടെ കൂടെ കള്ളുകുടിച്ച് സന്തോഷിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല അപ്പോസ്തലൻ ഉദ്ദേശിച്ചത്. അവരോടുകൂടെ സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ സന്തോഷിപ്പീൻ. അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം ഓർത്ത്, അവരുടെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുവാൻ ഭാഗ്യം കിട്ടിയത് ഓർത്ത്, ആ വീട്ടിലൊരു കുഞ്ഞ് പിറന്നത് ഓർത്ത്, ആ കുഞ്ഞിന് മാമോദീസ കൊടുത്ത് കർത്താവിൻ്റെ സഭയിൽ അംഗമാക്കാൻ കഴിഞ്ഞത് ഓർത്ത്, അവരുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ വീട് നിർമ്മിക്കാൻ കഴിഞ്ഞത് ഓർത്ത്, അവരുടെ ജീവിതത്തിൽ ഒരു ജോലി കിട്ടിയത് ഓർത്ത്, അവരോടുകൂടെ സ്തോത്ര പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് സന്തോഷിക്കുന്നവരോടുകൂടെ നിങ്ങളും സന്തോഷിപ്പിനെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അതിപ്പോഴത്തെ മനുഷ്യർക്ക് മനസ്സിലാകില്ല. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പീനെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ വിധത്തിൽ സന്തോഷം പങ്കിടാനാണ്, മറിച്ചല്ല. അതുപോലെ തന്നെ കരയുന്നവരോടുകൂടെ കരയുവിൻ. കരയുന്നവരോടുകൂടെ കരയുവിൻ എന്ന് പറയുമ്പോൾ, ബേഥാനിയായിലെ ലാസർ മരിച്ച വാർത്ത കേട്ടിട്ട് 4-ാം നാളിൽ അവിടെ ചെന്നപ്പോൾ യേശു വന്നത് കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന മാർത്ത, മറിയ, കൂടിയിരുന്ന നിലവിളിക്കുന്ന ചാർച്ചക്കാരായ യഹൂദന്മാർ ഈ വലിയ നിലവിളി കണ്ടപ്പോൾ അവനെ ഉയർപ്പിക്കാൻ തീരുമാനിച്ചാണ് തമ്പുരാൻ അവിടെ ചെന്നതെങ്കിലും കരയുന്ന മനുഷ്യരുടെ ചങ്ക് വിളരുന്ന കരച്ചിൽ കണ്ടിട്ട് കൂടെ കരഞ്ഞവനാണ് കർത്താവ്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ എഴുതുന്നു, യേശു കണ്ണുനീർ വാർത്തു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ, പ്രിയപ്പെട്ടവരെ,
മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദർശനം കൊടുക്കുന്ന കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, എനിക്കത് സഹിക്കവയ്യാതെയായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ അവരോടുകൂടെ ഇപ്പോൾ കരയുകയാണ്. അവരുടെ കരച്ചിൽ കണ്ട് കരച്ചിൽ വന്നപ്പോഴാണ് കർത്താവ് ഇറങ്ങി വന്നത്. ഈ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്, പിന്തുടരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുന്നു, കരയുന്നവരോടുകൂടെ കരയുക. ഒരപകടം നടന്ന വീട്ടിൽ, ഒരകാല മരണം നടന്ന വീട്ടിൽ, ഇനി ഒരു സ്വാഭാവിക നിലയിൽ ഒരു തകർച്ചയുണ്ടായ വീട്ടിൽ, വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് കുഞ്ഞ് മടങ്ങി വന്ന വീട്ടിൽ, അതുമല്ലെങ്കിൽ ഒരു വളരെ പ്രതീക്ഷയോടെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ട് ആ കുഞ്ഞ് ജീവനോടെ പ്രസവിക്കാൻ, ആ കുഞ്ഞിനെ ജീവനോടെ പ്രസവിക്കാൻ അമ്മയ്ക്ക് കഴിയാതെ ഒരു സങ്കടം വരുന്ന വീട്ടിൽ, ഒരു സ്ത്രീ വിധവയായി പോകുന്ന വീട്ടിൽ, ഒരു കുഞ്ഞ് അകാലത്ത് മരിച്ചു പോകുന്ന വീട്ടിൽ, ദൈവമക്കളെ സങ്കടപ്പെടുന്നവരുടെ, രോഗപീഠയാൽ വലയുന്നവരുടെ, ക്യാൻസറിന് ചികിത്സിക്കപ്പെടുന്നവരുടെ ഒക്കെ വീട്ടിൽ നമ്മൾ അവരുടെ സങ്കടങ്ങൾ പങ്കിടുന്നവരാണ്. കരയുന്നവരോടുകൂടെ കരയുക എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞ് അവരെ ടെൻഷൻ പിടിപ്പിക്കാനല്ല. ഇന്ന് ചിലർക്ക് അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. സങ്കടപ്പെടുന്നവരോടുകൂടെ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുക, അവരെ ആശ്വസിപ്പിക്കുക, അവരോടുകൂടെ കുറേ സമയം ഇരിക്കുക. അപ്പോൾ അവരറിയും ഒരു സത്യം, ഞങ്ങൾ തനിച്ചല്ല, ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്. സന്തോഷം പങ്കിടുമ്പോൾ ഇരട്ടിയാകും, ദുഃഖം പങ്കിടുമ്പോൾ പകുതിയാകും. മനോഹരമായ ഇങ്ങനൊരു ചിന്ത നിങ്ങൾ കേട്ടിട്ടില്ലേ? സന്തോഷം പങ്കിടുമ്പോൾ ഇരട്ടിയാകും, ദുഃഖം പങ്കിടുമ്പോൾ പകുതിയാകും. നമ്മൾ ദുഃഖിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് അയാളുമായി ദുഃഖം പങ്കിട്ടാൽ അയാളുടെ ദുഃഖം പകുതിയായി, പാതി ദുഃഖം നമ്മളെടുത്തു. അങ്ങനെയാണ് അയാളെ സ്റ്റഡിയാക്കേണ്ടത്, നിവർത്തി നിർത്തേണ്ടത്, ധൈര്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ആനന്ദിക്കുന്നവരുടെ കൂടെ ആനന്ദിച്ചുകൊണ്ട് ആനന്ദം ഇരട്ടിയാക്കി സ്തോത്രം ചെയ്യുവാനും, കരയുന്നവരോടുകൂടെ കരഞ്ഞുകൊണ്ട് അവരുടെ കരച്ചിൽ പാതിയാക്കി അവരുടെ സങ്കടം ലഘൂകരിക്കുവാനും ഒരു ഉത്തമ ക്രിസ്ത്യാനിക്ക് കഴിയണം. ആ നിലയിൽ നമ്മുടെ പ്രായോഗിക ജീവിതം മാറ്റിയെഴുതാനാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ വക കാര്യങ്ങളിൽ തമ്മിൽ ഐകമത്യമുള്ളവരായി, എവിടെയും ആരും ഒട്ടും വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവാനാണ് പറയുന്നത്. താഴേക്കിറങ്ങാനാണ് അപ്പോസ്തലൻ പറയുന്നത്. മുകളിലേക്ക് കയറാനല്ല, താഴേക്ക് ഇറങ്ങുവാൻ. മുകളിലേക്ക് നോക്കാനല്ല, താഴേക്ക് നോക്കാൻ. തളർന്നവരെ കാണാൻ, തകർന്നവരെ കാണാൻ, പ്രയാസപ്പെടുന്നവരെ കാണാൻ, നെടുവേർപ്പെടുന്നവരെ കാണാനാണ് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലൻ ഒരു ഉപദേശം കൂടെ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. നമ്മളിൽ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ളൊരു വലിയ അബദ്ധമാണ് ഞാനൊരു ബുദ്ധിമാനാണ്, ഞാനൊരു ഭയങ്കര ജ്ഞാനിയാണ് എന്ന് തോന്നൽ. അങ്ങനെ ആരും സ്വയം വിചാരിക്കരുത്. എപ്പോഴും ഓർക്കുക, നമുക്ക് ചുറ്റും ഇരിക്കുന്നവർക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്, അറിവുണ്ട്, വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ആദരവോടെ, ബഹുമാനത്തോടെ, ആദരവോടും ബഹുമാനത്തോടും മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ ചുറ്റുമിരിക്കുന്നവർക്ക് എന്നേക്കാൾ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട് എന്ന ബോധം എനിക്ക് വേണം. ചുറ്റുമിരിക്കുന്നവരോട് ആക്രോശത്തോടും ആക്ഷേപത്തോടും അപമാനത്തോടും കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഉന്നതഭാവമുള്ള ആൾ, ഞാൻ സ്വയം ജ്ഞാനി എന്ന് വിചാരിക്കുന്നു, അവരൊക്കെ കഴിവുകെട്ടവരോ ബുദ്ധിയില്ലാത്തവരോ എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നൊരു അപജയം അവിടെയുണ്ട്. ഇങ്ങനെ അപ്പോസ്തലൻ എത്ര മനോഹരമായ ചിന്തകളാണ് ഈ അധ്യായത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു വെച്ചു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി, കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പീൻ. നിങ്ങൾ തന്നെ ആരോടും പ്രതികാരം ചെയ്യാതെ പ്രതികാരം ദൈവകോപത്തിന് വിട്ടുകൊടുക്കുവീൻ. നിങ്ങളൊരാളോട് ക്ഷമിച്ച് അയാളെ അനുഗ്രഹിച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അയാൾ നിങ്ങളെ വീണ്ടും ഉപദ്രവിക്കുന്നുവെങ്കിൽ അയാൾക്ക് മറുപടി കൊടുക്കേണ്ടത് ദൈവമാണ്. ദൈവം ചെയ്യും. അതുകൊണ്ട് പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളത് ചെയ്യരുത്. അത് ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവപദ്ധതിയല്ല. അതുകൊണ്ട് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം ധന്യതയുള്ളതും അനുഗ്രഹസമ്പൂർണവും, ശത്രുക്കളെ അനുഗ്രഹിക്കുന്നതും, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതും, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുന്നതുമൊക്കെ ആയിരിക്കാൻ
ദൈവമായ കർത്താവ് അപ്പോസ്തലനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനി എന്ന നിലയിൽ വിജയകരമായ ഭാവി കണ്ടെത്തുവാൻ, നല്ല ഭക്തിശീലങ്ങളുടെ ഉടമകളായി തീരുവാൻ ഈ സന്ദേശത്താൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലൂടെ ഞങ്ങൾക്ക് തരുന്ന പ്രായോഗിക ക്രിസ്തീയ ജീവിത പാഠങ്ങൾ മധുരമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നീ കോറിയിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പാ. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വലിയ ധന്യത അനുഭവിക്കുന്നു. ഒത്തിരി സന്തോഷവും ആശ്വാസവുമൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു. പ്രായോഗികമാക്കാൻ പ്രയാസകരമെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നാമെങ്കിലും പ്രായോഗികമാക്കാൻ അത്ര പ്രയാസകരമല്ല ഈ കേൾക്കുന്ന സംഗതികൾ. ഞങ്ങൾ യഥാർത്ഥ ഭക്തരായാൽ ഇതൊക്കെ ഞങ്ങൾക്ക് സാധ്യമാണ്. ഇത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ കാണുന്നുവെങ്കിൽ ഞങ്ങൾ ഇതുവരെ യഥാർത്ഥ ഭക്തരായിത്തീരാത്തത് കൊണ്ടാണ്. ദൈവമേ, യഥാർത്ഥ ഭക്തരായി തീർന്ന് ഈ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അംഗീകരിച്ച് നടപ്പിലാക്കി വിജയം വരിക്കുന്ന ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപയരുളുമാറാകണം. അതിനുള്ള ശക്തിയും ത്രാണിയും ബലവും അഭിഷേകവും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിനയപൂർവ്വം ഞങ്ങളെ പാദപീഠത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Bye.